മൂലം 95. ധീരരായി பிரமவித்தாய் தெளிந்தவர் தெளியும் முன்னம் வரமாயிருந்த தங்கள் வருணாச்சிரமம் சொன்ன பாரகாரியமானாலும் பலர்க்கும் உபகாரமாக நேரதாய் செய்வர் தீர்ந்த நிலைவிடா ஜீவன் முக்தர். ധീരരായി பிரமவித்தாய் தெளிந்தவர் தெளியும் முன்னம் വാരമായിരുന്ന തങ്ങൾ വരുണാച്ചിരമം ചൊന്ന് പാരകാര്യമാനാലും പലർക്കും ഉപകാരമാക നേരതായി ചെയ്വർ തീർന്ന നിലവിടാ ജീവൻ മുക്ത. ധീരരായി മനധൈര്യമുള്ളവരായി പിരമവിത്തായി ബ്രഹ്മജ്ഞാനികളായി തെളിന്തവർ ഞാൻ ആര് എന്നുള്ളത് തുടങ്ങിയ കലക്കങ്ങൾ തെളിഞ്ഞവർ തെളിയും മുന്നം അങ്ങനെ തെളിഞ്ഞവന് മുമ്പേ അങ്ങനെ തെളിഞ്ഞതിനു മുമ്പേ വാരമായിരുന്ന ഇഷ്ടമായിരുന്ന തങ്ങളുടെ വർണ്ണാശ്രമം ചൊന്ന വർണ്ണാശ്രമങ്ങളെ കുറിച്ച് ശാസ്ത്രങ്ങളിൽ ചൊല്ലിയിരിക്കുന്ന ക്രിയകൾ പാരകാര്യമാനാലും ഘനമായ ക്രിയകളായിരുന്നാലും പലർക്കും പലർക്കും സഹായമാകുന്നതിനു വേണ്ടി നേരതായി ചെയ്വർ മന്ത്രലോഭം, ക്രിയാലോഭം, ദ്രവ്യലോഭം മുതലായവ ഇല്ലാതെ ശാസ്ത്രോക്തമായി പ്രവർത്തിക്കും. അങ്ങനെയാണെങ്കിലും തീർന്ന നിലവിടാൻ ശ്രുതികളാൽ ചൊല്ലിയിരിക്കുന്ന മുടിവായ അദ്വൈത നിശ്ചയത്തെ വിടുകയുമില്ല. അവരുടെ ഇരിപ്പാണ്. ഇവിടെ നിശ്ചയം എന്നത് അനുഭവത്തെ ആകുന്നു. ഈശ്വരനാൽ ബഹിർമുഖമായി സൃഷ്ടിക്കപ്പെട്ട ഇന്ദ്രിയങ്ങളെ വേഗതയുള്ള നദീജലത്തെ തിരിച്ചതുപോലെ അന്തർമുഖമാക്കി സർവേന്ദ്രിയങ്ങൾക്കും അന്തരമായി പരമാത്മാവിനെ സാക്ഷാത്കരിച്ചതിനാൽ ധീര എന്നോ താനാര് ജഗം എങ്ങനെയുള്ളത് എന്നത് തുടങ്ങിയ സംശയങ്ങളില്ലാതെ ജലത്തിൽ തേറ്റാമ്പരൻ പോലെ ബ്രഹ്മവിദ്യയാൽ തെളിഞ്ഞിരിക്കുന്നതിനാൽ ബ്രഹ്മവിത്തായി തെളിഞ്ഞവർ എന്നും ആപ്തകാമമുള്ളവരാകയാൽ തനിക്കെന്ന് പറഞ്ഞ് ഒന്നും ചെയ്യുകയില്ല. ലോക സംഗ്രഹാർത്ഥം വർണ്ണാശ്രമം വിധിയാം വണ്ണം ചെയ്യുന്നതിനാൽ പലർക്കും ഉപകാരമാകനേരതായി ചെയ്തതെന്നും ചോരനായകി മനത്തൊഴിൽ ചെയ്യുമ്പോഴും ചോരനായകൻ സുഖത്തിനെ വിടാത്തതുപോലെ അന്യരെ സന്മാർഗത്തിൽ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മോപാസനകളെ ചെയ്യുന്നു എങ്കിലും ബ്രഹ്മം ഞാനെന്ന അനുഭവം ക്ഷണനേരം പോലും വിടാത്തതിനാൽ തീർന്ന നിലവിടാ ജീവൻ മുക്തർ എന്നും പറഞ്ഞിരിക്കുന്നു. ഇതാണ് 95ാമത്തെ പദ്യം. കാരണം നമ്മൾ നേരത്തെ വായിച്ച പദ്യങ്ങളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ പറഞ്ഞല്ലോ, ഈ 90 ലക്ഷ്യമായി വന്നു. അതാണ് ആദ്യം എല്ലാവരും ചെയ്യുന്നത്. കാരണം തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ആത്മചൈതന്യത്തെ അറിയണം. അത് 90 ലക്ഷ്യമായി വന്നാല് പിന്നീട് 40 ലക്ഷ്യമായിട്ട് പോകേണ്ടതുള്ളൂ. അതിനു മുമ്പ് അങ്ങനെ ചെയ്യുന്നതില് വലിയ ഗുണമില്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പം തൻ്റെ ആത്മസ്വരൂപത്തെ ആ കൂടസ്ഥനെ അറിഞ്ഞ ഒരു മഹാത്മാവിന് അവരെ പറ്റി പറയുമ്പോൾ അവര് 4 തരത്തിൽ ആവിർഭവിക്കുമെന്നാണ് പറഞ്ഞത്. അതിൽ ഒന്നാണ്, ആദ്യത്താണ് ബ്രഹ്മവിത്ത്, ബ്രഹ്മവിദ്വരൻ, ബ്രഹ്മവിദ്വരിയാൻ, ബ്രഹ്മവിദ്വരിഷ്ഠൻ. ഇങ്ങനെ 4 ജ്ഞാനികൾ ഇവർ പൊട്ടിപ്പുറപ്പെടും. ഇവരെ പറ്റിയുള്ള ചരിത്രമൊക്കെ നമുക്ക് പറഞ്ഞു തന്നു സ്വാമി. എങ്ങനെയാണ് ഇവര് ജ്ഞാനത്തിൽ താരതമ്യമില്ല ഇവർക്ക്, പക്ഷേ ഇവരുടെ വിശ്രാന്തി സുഖത്തിൽ താരതമ്യമുണ്ട്. അതാണ് മുക്തിസുഖം അവർക്ക് പൂർണ്ണമായും കിട്ടില്ല. കാരണം വേറെ ഒന്നുമില്ല, അവര് ഈ പറഞ്ഞ കണക്ക് ഈ ലോകത്തോടുള്ള ഇത് വിട്ടില്ല, പൂർണ്ണമായി വിടുന്നില്ല. അവർക്കറിയാം ആ ജ്ഞാനവും അവരിലുണ്ട്. പക്ഷെ എങ്കിലും അവര് അതിൽ ബ്രഹ്മവിത്തായിരിക്കുന്ന ആള് അവരെ പറ്റി ധീരരായെന്ന് പറഞ്ഞ് ശ്രുതി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അവർ ധീരരായെന്ന് പറയാൻ കാരണം അവര് തന്റെ സ്വരൂപത്തെ ഉണർന്ന് ആ വിശ്രാന്തി സുഖത്തിൽ ഇരിക്കുന്ന ശ്രേഷ്ഠതയെ അറിഞ്ഞിട്ടും അതിനെ കൂടി ത്യാഗം ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരമാകെ നേരതായി ചെയ്യുവർ എന്ന് പറഞ്ഞു. ഇതിന് എല്ലാവർക്കും കൂടെ ഉപകാരം വരുന്ന വിധത്തിൽ
അവർ നേരതായി ചെയ്വർ തിരുന്ന നിലവിടാ ജീവൻ മുക്തർ. ഇവര് ഈ ജീവൻ മുക്ത പുരുഷന്മാർക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുള്ളൂ. അതും ഇതിൽ പ്രധാനമാണ്. അങ്ങനെ വരുന്ന ഈ ബ്രഹ്മവിത്ത് എന്ന് പറഞ്ഞ ധീരനായിട്ട് ഇവിടെ ശ്രുതി പറയാൻ അവരെന്താണ് ചെയ്യുന്നത്? പാരകാര്യമാനാലും ഭയങ്കര ക്ലേശമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും, കാരണം അവരറിയാലോ അവർ ഈ കർമ്മോപാസനകളൊക്കെ വിട്ട് ആ ജ്ഞാനത്തിൽ വന്ന് ആ പരിപൂർണ ആ ജ്ഞാനത്തിൽ അവർ വന്നു. അതിനുശേഷവും അവര് താഴോട്ട് വന്ന് മറ്റുള്ളവർക്ക് ഉപകാരമാകെ ചെയ്തു കൊടുക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട്. ഇവരാണ് ബ്രഹ്മവിത്തുകളെന്ന് പറയുന്നത്. ബ്രഹ്മവിത്ത്, ബ്രഹ്മവരൻ, ബ്രഹ്മവര്യൻ, ബ്രഹ്മവരിഷ്ഠൻ, ഇങ്ങനെ 4 ജീവൻ മുക്തന്മാരുണ്ട്. അതിൽ ആദ്യത്തെ ജീവൻ മുക്തനെയാണ് ഈ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞത്, ഇവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് പ്രാരബ്ധമാണ്. പ്രാരബ്ധ ഹേതുവായിട്ട് ചിലർക്ക് അങ്ങനെ ചില കർമ്മങ്ങളുണ്ടായിരിക്കും. അത് ജ്ഞാനം അടഞ്ഞതിന് ശേഷവും അത് പിന്നെ തീർത്താലേ പറ്റുള്ളൂ. അങ്ങനെയാണ് 4 തരത്തിൽ ജീവൻ മുക്തന്മാർ ഇതിൽ വന്നത്. ഇവരെ വിശ്രാന്തി സുഖങ്ങൾക്ക് മാത്രമേ താരതമ്യം ഉള്ളൂ. അതായത് മുക്തിസുഖം പൂർണ്ണമായി അനുഭവിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ ഈ ബ്രഹ്മവരിഷ്ഠനാണ്. ബ്രഹ്മവര്യനും വളരെ തെറ്റില്ലാത്ത ആ വിശ്രാന്തി സുഖത്തിൽ തന്നെ ഇരിക്കാം. എന്താണ് വിശ്രാന്തി സുഖം എന്ന് അറിയണ്ടേ? നമ്മളിപ്പോ സുഷുപ്തി പോയിരിക്കുന്ന വിശ്രാന്തിയാണ്. എല്ലാ ലോകം വിട്ടു, ദേഹം വിട്ടു, ഈ കോശങ്ങളെല്ലാം വിട്ടു. അവിടെ ആനന്ദമയ കോശമുണ്ട് അവിടെ. എങ്കിലും ഒരു വിശ്രാന്തി സുഖത്തെ, ബ്രഹ്മാനന്ദത്തെ അനുഭവിച്ച് അവിടെ ഇരിക്കുന്നുണ്ടല്ലേ. ഈ രൂപത്തിൽ അവർ എപ്പോഴും ഇരിക്കും. ഏത് ഈ ലോകത്തിൽ പ്രവർത്തിക്കുമ്പോഴും ഇരിക്കും, കാണുമ്പോഴും കേൾക്കുമ്പോഴും ഓരോന്ന് പ്രവർത്തിക്കുമ്പോഴും ഒന്നും ഇവരുടെ ജ്ഞാനം ബാധിക്കുന്നില്ല. ഈ നിലയിൽ വന്നവരാണ് വരിഷ്ഠനും വര്യാനും ഒക്കെ. അതിൽ തൊട്ട് താഴെ 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 നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അർത്ഥം ജ്ഞാനത്തിലല്ല താരതമ്യം, അവരുടെ മുക്തിസുഖം അനുഭവിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുകളാണ്. ബ്രഹ്മവിത്ത് ദുഷ്ടദുഃഖം അനുഭവിക്കുകയാണ്. കാരണം അവര് ആശ്രമം ഉണ്ടാക്കുക, അവിടെ പിന്നെ ആളുകൾക്കൊക്കെ സജ്ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കുക, ഇതിനൊക്കെ വരുന്ന ഒരു പിന്നെ കർമ്മം അവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ട് അവർക്ക് ചെറിയ ദുഃഖം ഇതിലുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി അത് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിക്കും ഇവർക്ക് ഈ ദുഃഖം ഇവരെ ഒരുപാട് വിഷമിപ്പിക്കുന്നത്. അങ്ങനെയല്ല പറയണം. മൂലം 96 പറയുന്നു, കാമവാദികൾ വന്നാലും കണത്തിൽ പോ മനത്തിൽ പറ്റാ, താമരയിലെ തണ്ണീർ പോൽ ചകത്തോടും കൂടി വാഴ്വർ, പാമരനെ കാൺമിപ്പാർ പണ്ഡിത തിറമൈ കാട്ടാ, ഊമര് പാവർ ഉളത്തുവകയാൽ ജീവൻ മുക്തം. ഒരു കാര്യം കൂടെ ഇതിൽ പറയാനായിട്ടുണ്ട്. നേരത്തെ പദ്യത്തിൽ സ്വാമി പറഞ്ഞു ധീരരായി, അത് ഇവിടെ നിശ്ചയം എന്നത് അനുഭവത്തെയാകുന്നു പറഞ്ഞത്. നിശ്ചയം എന്നത് അനുഭവത്തെയാണ് പറഞ്ഞത്. അല്ല നമ്മൾ വിചാരിക്കുമ്പോൾ ബുദ്ധി കൊണ്ട് ഇങ്ങനെ നിശ്ചയിക്കുന്നതല്ല. അതിനെയല്ല നിശ്ചയം എന്ന് പറയുന്നത്. നിശ്ചയം എന്ന് പറഞ്ഞാൽ അനുഭവത്തെയാണ്. ഈ അനുഭവം അലൗകികമാണ്. അത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ, വെളിപ്പെടുത്താൻ പറ്റുമോ, കാണിച്ചു കൊടുക്കാൻ പറ്റൂല്ല. ആ അനുഭവത്തെയാണ് ഇവിടെ നിശ്ചയമായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും അപ്പം ഇങ്ങനെയാണ്, കൂടസ്ഥനാണ് അല്ലേ, അപ്പൊ അതാണ് അല്ലേ. അതല്ല, ഇതിന് അനുഭവത്തെയാണ് നിശ്ചയമായിട്ട് പറഞ്ഞത്. സ്വാമി ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിശ്ചയം എന്നത് അനുഭവത്തെയാകുന്നു. ഈശ്വരനാൽ ബഹിർമുഖമായി സൃഷ്ടിക്കപ്പെട്ട ഇന്ദ്രിയങ്ങളെ വേഗതയുള്ള നദീജലത്തെ തിരിച്ചതുപോലെ അന്തർമുഖമാക്കി സർവേന്ദ്രിയങ്ങൾക്കും അന്തരമായ പരമാത്മാവിൽ സാക്ഷാത്കരിക്കുന്നതിനാൽ ധീരർ എന്നും താനാര് ജഗമെന്നിങ്ങനെയുള്ള തുടങ്ങിയ സംശയങ്ങൾ ഇല്ലാതെ ജലത്തിൽ തേറ്റാമ്പരം പോലെ ബ്രഹ്മവിദ്യയാൽ തെളിഞ്ഞിരിക്കുന്നതിനാൽ ബ്രഹ്മവിത്തായി തെളിന്തവർ എന്നും ആപ്തകാമമുള്ളവരാകയാൽ തനിക്കെന്ന് പറഞ്ഞ് ഒന്നും ചെയ്യുകയില്ല. ലോക സംഗ്രഹാർത്ഥം വർണ്ണാശ്രമാദി വിധികളെ വിധിയാവണ്ണം, അതും അതിൽ ഏറ്റക്കുറച്ചിൽ വരാൻ പാടില്ല. വിധി അനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്.
വിധിയാവണ്ണം ചെയ്യുന്നതിനാൽ പലർക്കും ഉപകാരമാകാൻ നേരതാ ചെയ്വരെന്നും, ചോരനായകൻ മനത്തൊഴിൽ ചെയ്യുമ്പോൾ ചോരനായകൻ സുഖത്തിനെ വിടാത്തതുപോലെ, ഈ കൈവല്യത്തിലെ വലിയൊരു ഉദാഹരണമാണ്. അത് ഇതുമായി ബന്ധപ്പെടുത്തിയാണ് അത് പറഞ്ഞിരിക്കുന്നത്. അത് അറിയത്തവർക്ക് അറിയാം, അത് മനസ്സിലായിക്കോളൂ. അത് ആലോചിച്ച് അന്യര് സന്മാർഗത്തിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മോപാസനകളെ ചെയ്യുന്നു എങ്കിലും ബ്രഹ്മം ഞാനെന്നുള്ള അനുഭവം ക്ഷണനേരം പോലും വിടാത്തതിനാൽ തീർന്ന നിലവിടാ ജീവൻ മുക്തരെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞത് ബ്രഹ്മവിത്തിനെ പറ്റിയാണ്. ബ്രഹ്മവിത്തിന്റെ ഒരുപാട് സവിശേഷതകൾ വേദം പറയണം. അതിലൊന്ന്, ഇവർ ധീരന്മാരാണ്. ഒന്ന്. രണ്ട്, ഇവര് സാധാരണക്കാർക്ക് വേണ്ടി എന്തും ത്യാഗവും ചെയ്യുന്നവരാണ്. ഇവർക്ക് മാത്രമേ ഈ ആളുകൾ ഉദ്ധരിക്കാൻ പറ്റൂ. സ്വാമി പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഒരു ജീവൻ ഇതിന് സന്മാർഗത്തിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ച് ചെല്ലുമ്പോൾ അവർക്ക് പാപശക്തി അധികരിച്ച് നിൽക്കണം. ജീവൻ എന്ന് വെച്ചാൽ പാപശക്തി ആണല്ലോ അങ്ങനെ നിർത്തിയിരിക്കുന്നതാണ്. അതിൻ്റെ ഒരു ഭീമമായ അംശം അവരെടുക്കും. അങ്ങനെ അതിനുള്ള ശക്തി ഉള്ളവർക്കേ അത് പറ്റുള്ളൂ. ഇപ്പൊ ഒരാളിനെ ഉദ്ധരിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിൽ ആദ്യമായിട്ട് ചെയ്യാനുള്ളത് ഈ ശാസ്ത്രം തന്നെ കയറണം. ആ പാപാംശത്തിന് കുറെ എടുത്ത് മാറ്റിയേ പറ്റൂ. അത് അവർ തന്നെ ചെയ്യും. വിമർശനം എങ്ങനെയാണ്? അത് ഒരു ഭീമമായ ഒരു അംശം അവര് മാറ്റിക്കളയും. മാറ്റിയിട്ട് ഇത് പറഞ്ഞൊരു അനുഭവത്തെ കൊടുക്കും. അതോടുകൂടി വിട്ടുപിരിയാത്ത ബന്ധമായി ഗുരു ശിഷ്യനുമായിട്ട് ആയിത്തീരും. ഇങ്ങനെ അത് സംഭവിക്കും. അങ്ങനെയാണ് ഇവർ ഗുരുക്കന്മാര് അനുഗ്രഹിക്കും. അപ്പൊ ജീവൻ മുക്ത പുരുഷന്മാരിലെ ബ്രഹ്മവിത്തിന് പറഞ്ഞു ധീരന്മാരാണ് അവരാണ് ഈ പറയുന്ന ഈ സാധാരണക്കാർക്ക് പിന്നെ ഈ രീതിയിൽ അനുഗ്രഹിക്കുന്നത് അവരാണ്. എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത് വെച്ചാൽ ലോക സംഗ്രഹാർത്ഥം വർണ്ണാശ്രമ വിധികളെ വിധിയാം വണ്ണം ചെയ്യുന്നതിനാൽ പലർക്കും ഉപകാരമാകെ നേരതായി ചെയ്വർ എന്നും ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഇവരെ പറ്റി. മറ്റുള്ളവർക്കും ആ തരത്തിലല്ല എങ്കിലും അവരും ആ ലെവലിലേക്ക് ഉയർന്നവർക്ക് അവരും അനുഗ്രഹിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മാധവാനന്ദ സ്വാമിയെ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം മാധവാനന്ദ സ്വാമി ഒരക്ഷരം അധികാരി അല്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കില്ല. ഇവിടെ വന്നപ്പോഴും ഒരു സംഭവം ഉണ്ടായി. ഒരിക്കലും ഇങ്ങനെ അദ്ദേഹം ശിവാനന്ദ സ്വാമിക്ക് എന്തോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക, ശ്രുതികളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് കടന്നു വന്നിട്ട് സ്വാമി ടക്ക് നല്ല ബ്രേക്ക് ഇട്ടടക്കം എല്ലാം കൂടെ മൗനമായി, ഒന്നും പറയുന്നില്ല. അപ്പോൾ അദ്ദേഹം കയറി വന്ന് അവിടെ ചമ്മണം കൂട്ടി ഇരുന്നിട്ട് സ്വാമി തുടരുന്നു, സ്വാമി ഞാൻ കുറച്ച് കേട്ടു, തുടരുന്നു സ്വാമി കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. സ്വാമി തുടർന്നില്ല. സ്വാമി ഒരു കഥയാണ് പറഞ്ഞു. അതായത് ഒരു യജമാനന് ഒരു കഴുതയും ഒരു പട്ടിയും ഉണ്ടായി. യജമാനൻ ഒരിക്കൽ എവിടെയോ ദൂരയാത്രയ്ക്ക് പോയിട്ട് തിരിച്ചു വന്ന ഉടനെ ഈ പട്ടി വന്ന് ദേഹത്തൊക്കെ ഇങ്ങനെ തൊട്ടിട്ട് പുറത്തേക്ക് നക്കേക്ക് ചെയ്യും. അങ്ങനെയാണ് ആ പട്ടി നിൽക്കുന്നത്. ഇത് അറിയാവുന്ന കഴുത വിചാരിച്ച് ഇത്തവണ അദ്ദേഹം പോയിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന്റെ സ്നേഹം സമ്പാദിക്കുക ഈ പരിപാടി ആസൂത്രണം ചെയ്യാറുണ്ട്. അങ്ങനെ എന്തൊരു ഇത് കഴുത പട്ടിക്ക് മുമ്പേ തന്നെ നേരത്തെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം വരുന്ന നോക്കി നിന്ന് അദ്ദേഹം വന്നുള്ളത് തന്നെ അദ്ദേഹത്തിന്റെ തോളിലോട്ട് ഇങ്ങനെ ചാടി ഇത് കയ്യൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് തപ്പിയുണ്ട്. അതിന്റെ അടി പറ്റിച്ച് ഇവരെ കൊന്നുകളെ പറഞ്ഞു. സംഭവം വേറെ ഒന്നുമല്ല, ഈ സ്വാമി എന്താണ് ഉദ്ദേശിച്ചത് നമുക്കറിയില്ല. ഒരക്ഷരം വെളി പറയില്ല. കാരണം ബ്രഹ്മവിത്തുകളാണ് ഇത് സംസാരിക്കുന്നത്. അത് അടുത്ത സ്റ്റേജാണത്. അടുത്ത സ്റ്റേജിന്റെ കുഴപ്പം എവിടെയെന്ന് വെച്ചാൽ കൃത്യമായിട്ട് അധികാരികൾ അല്ലാത്തവർക്ക് ഒരു അക്ഷരം മിണ്ടില്ല. അവർ മൂഢന്മാരെ പോലെ നല്ല ഉദാഹരണമാണ് നമ്മുടെ സ്വാമി. സ്വാമി ആരോടും എന്നിട്ട് ചിന്മൻ സ്വാമിയുടെ ഒരു താക്കീത് കൊടുത്തതായിട്ടാണ് നമുക്കറിയാൻ പറ്റിയത്. എങ്ങനെയാണെന്ന് വെച്ചാൽ എഞ്ചിനീയറെ എന്ത് അടിസ്ഥാനത്തിലാണ് എഞ്ചിനീയറെ നിങ്ങൾ ഇതൊക്കെ ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? അത് ഗുണം ചെയ്യുമോ ചോദിച്ചു. അപ്പോ സ്വാമി എന്താണ് എനിക്ക് പറഞ്ഞു, അത് നിങ്ങൾ അധികാരിയാണ്,
അതുകൊണ്ടല്ലേ ഞാനങ്ങനെ ചെയ്തു. അപ്പൊ ഏത് അടിസ്ഥാനത്തിലെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു സ്വാമി, നമ്മുടെ പരമ്പരയിൽ ഇതിനെപ്പറ്റി അറിയാവുന്നവർ കുറഞ്ഞു വരും. എന്തെങ്കിലുമൊക്കെ നമ്മൾ മറ്റുള്ളവർക്കൂടെ പറഞ്ഞില്ലെങ്കിൽ ഈ പരമ്പരയിൽ എന്ത് പ്രയോജനം സ്വാമി? മാത്രമല്ല, ഇത് പറയുന്നതുകൊണ്ട് എല്ലാവരും അങ്ങ് ഇത് മനസ്സിലാക്കുമെന്ന് സ്വാമി കരുതുന്നുണ്ട്. അതിന് അർഹതയുള്ളവരത് എടുത്തോട്ടെ, അർഹതയുള്ളവർ എടുക്കും. ഞാനും ചെറുപ്പമൊന്നും അല്ലത്, എപ്പോഴാലും ശരീരം പോകും സ്വാമി പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഞാൻ തത്വമസി പ്രദേശമൊക്കെ കൊടുത്തു. ഒരുവിധം കൊള്ളാവുന്ന ഒരു 4 പേർക്കൊക്കെ വിളിച്ച് സ്വാമി അത് ഒരു ഇതൊക്കെ പറഞ്ഞതായിട്ടൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പൊ ഇതൊന്നും എന്ത് മനസ്സിലാക്കാം കൃഷ്ണ? ഈ ബ്രഹ്മബുദ്ധികൾക്ക് ഇതിന് പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കാം. പൂന്തറ ഒരു സ്വാമിയിരുന്നു, അത് ബ്രഹ്മ വരികയാണ്. അത് ആർക്കും വല്ല പറഞ്ഞു കൊടുത്തു, എടാ ഇരിയടാ അവിടെ എന്ന് പറയും. മുരളി ചെല്ലുമ്പോ പറയുന്നുണ്ട്, മുരളി ഇരിയടാ അവിടെ, ചായ വാങ്ങിച്ച് സ്വാമി പകുതി കുടിക്കും, നീ കൂടെ ചായ വെച്ച് കുടിക്കും, ചായ വെച്ച് കുടിച്ചിട്ട് അവിടെ ഇരിയടാ. മുരളി വിചാരിച്ചു ആദ്യമൊക്കെ 1-2 വർഷമൊക്കെ ചെയ്ത് പിന്നെ മുള്ളിക്കാരൊക്കെ ചായ പിടിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ പറക്കും. മുള്ളിക്ക് ഇരിക്കാറായോ? ഇപ്പൊ പറയണം, സ്വാമി അന്ന് പറഞ്ഞപ്പോ ഇരുന്നിരുന്നെങ്കിൽ നല്ല നിലയിലേക്ക് വരാൻ വേണ്ട. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഇരിപ്പുറയ്ക്കാത്തവരെ ഇരുത്താൻ പറ്റില്ല. ഇരിപ്പുറക്കണമെങ്കിൽ ഇരിപ്പുറപ്പിക്കേണ്ടത് ഇവരൊക്കെയാണ്. ഇവർക്കൊക്കെ അതിന്റെ സൂത്രങ്ങൾ അറിയാം. ഇവര് ആ രീതിക്ക് ഇവരെ ഭാവാംശത്തിന് മുഴുവൻ കവർന്നിട്ട് വേണമെങ്കിൽ അനുഗ്രഹിക്കും വിക്രമമാണ്. അതാണ് അവര്. അതാണ് മഹാകാരുണ്യ, ഇത് സത്വഗുണ പ്രധാനികളായിട്ടിരിക്കുകയാണ് ഇവർ, ഈ ബ്രഹ്മവിത്തുകൾ. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുക. ഈ അടുത്ത 96ാമത്തെ പദ്യത്തില് ഇവരുടെ വേറൊരു പ്രത്യേകത പറയുന്നു. കാമമാദികൾ വന്നാലും കണത്തിൽ പോ മലത്തിൽ പറ്റാ, താമരയിലെ തണ്ണീർ പോൽ ജഗത്തോട് കൂടി വാഴ്വർ, പാമരനെ കാൺപിപ്പാർ പണ്ഡിത തിറമേ കാട്ടാർ, ഊമരുമാവർ ഉളത്തു വകയാം ജീവൻ മുത്ത. ഞങ്ങൾ തുടങ്ങി വിക്രം പോയപ്പോ, എന്നിട്ടാണ് ബാക്കിലോട്ട് വന്നത്. അതായത് കാമവാദികൾ വന്നാലും എന്ന് പറഞ്ഞാൽ പ്രാരബ്ധവശത്താൽ കാമം മുതലായ ബ്രഹ്മവിത്തുകൾക്ക് വന്നാലും, കാമം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ രാഗം, ദ്വേഷം, കാമം, ദേഷ്യമൊക്കെ വരുമോ? ചിലപ്പോ എല്ലാ ആഗ്രഹങ്ങൾ വരും. ചില കാര്യങ്ങൾ എനിക്ക് വേണോടാ എന്ന് പറയും, അതൊക്കെ പറയും. പക്ഷെ വന്നാലും കണത്തിൽ പോവും, ആ ക്ഷണം തന്നെ ഇത് പോവും. കണത്തിൽ പോവും. ഉടനെ ദൃഢമാക്കിയ വൈരാഗ്യം മുതലായ ശുദ്ധവാസന പ്രയത്നമില്ലാതെ എഴുമ്പുന്നതിനാൽ ക്ഷണം കൊണ്ട് നാശമാകും. ശുദ്ധവാസന നമുക്കൊക്കെ പ്രയത്നത്തിലാണ് എഴുതുന്നതെങ്കിൽ ഈ ബ്രഹ്മവിത്തുകൾക്ക് പ്രയത്നമില്ലാതെ എപ്പോഴും ഈ ശുദ്ധവാസന എഴുതിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായോ കൃഷ്ണ? പുണ്യത്തിന്റെ ആധിക്യം വന്നു കഴിഞ്ഞാൽ ശുദ്ധവാസനകൾ, ഈ പാപവാസനകൾ എഴുമ്പുന്ന പോലെ, പാപവാസനകൾ എങ്ങനെ എഴുമ്പും? ആ പാപത്തിന്റെ ആധിക്യം കൊണ്ട് എഴുമ്പി വരും. ഇതുപോലെ ശുദ്ധവാസനകളും ആ പുണ്യത്തിന്റെ ആധിക്യം കൊണ്ട് എഴുമ്പി വരും. അപ്പൊ ശുദ്ധവാസന പ്രയത്നമില്ലാതെ തന്നെ എഴുമ്പുന്നതിനാൽ ക്ഷണം കൊണ്ട് നാശമാകും. മനത്തിൽ പറ്റാ, അജ്ഞാനികൾക്കെന്ന പോലെ അവകൾ അന്ധകരണത്തിൽ വാസനയായി പറ്റുകയില്ല. താമരയില തണ്ണീർ പോൽ, താമരയിലയിൽ ജലം കൂടി നിന്നാലും അതിൽ പറ്റാത്തതുപോലെ ജഗത്തോടും കൂടി വാഴ്വർ, അസംഗ ചിതാത്മാവാണ് ഞാനെന്ന അനുഭൂതിയാൽ അകത്ത് പറ്റാതെ പ്രപഞ്ചത്തോടും കൂടി വാഴും. പാമരർ എന്നെ കാൺപിപ്പ, കർമ്മകാണ്ഡത്തെയും ഉപാസനാകാണ്ഡത്തെയും പൂർണ്ണമായി വിട്ട് ജ്ഞാനത്തിനാൽ മുക്തി സമ്പാദിച്ച ധൈര്യശക്തി ഉണ്ടെങ്കിലും ലോകത്തിൽ ജ്ഞാനവാസനയില്ലാതെ കർമ്മവാസനകളെ അനുഷ്ഠിക്കുന്ന മൂഢശിരോമണികളെ പോലെ തന്നെ കാണിക്കും. മറ്റുള്ളവർക്ക് താൻ മൂഢനെന്ന് തോന്നും പ്രകാരം പ്രവർത്തിക്കും. ഒരിക്കലും പണ്ഡിതത്തിറമി കാട്ടാം. അനേക മതങ്ങളെ ഖണ്ഡിച്ച് അനേക മതങ്ങളെ സ്ഥാപിക്കത്തക്ക ശക്തിയുള്ള സർവജ്ഞരായിരുന്നു എങ്കിലും അടക്കമുള്ളവരാകിയാൽ വിദ്വത് സാമർഥ്യത്തെ അവർ കാണിക്കുകയേയില്ല. ഊമരും അവർ ചിന്മയമായ ശിവമാണല്ലോ എന്ന് ഇവയെല്ലാം എന്ന സുഷിപ്തി മൗനാനുഭൂതിയിൽ വികല്പം എഴുമ്പാത്തതിനാൽ മൗന സ്വഭാവമുള്ളവരായിരിക്കും.
ഉള്ളത്തു വകയാം ജീവൻ മുക്തർ. അന്ധകരണത്തിൽ നിരങ്കുശ തൃപ്തിയുള്ളവരായ ജീവൻ മുക്തന്മാർ. ഈ ബ്രഹ്മവിദ്യകൾക്ക് കാമവാദികൾ വരും, എന്നുവെച്ചാൽ അവർക്ക് ഈ പറഞ്ഞ ദേഷ്യവും ആഗ്രഹങ്ങളൊക്കെ വരും. വരാതിരിക്കില്ല. വന്നാലും ആ ക്ഷണത്തിൽ തന്നെ ഇല്ലാതാവും. അതെങ്ങനെയാണ്? പ്രയത്നമില്ലാതെ ഇറങ്ങുന്ന ശുദ്ധവാസനയില് ഇതെല്ലാം ഇല്ലാതായി പോകും. കണത്തിൽ പോകും. മനത്തിൽ പറ്റാതെ, മനസ്സിൽ ഇത് തങ്ങൂല. മറ്റേ അങ്ങനെയല്ലല്ലോ, ഓരോന്നും മനസ്സിൽ പറ്റിയിട്ട് വീണ്ടും വീണ്ടും അത് സംബന്ധിച്ചുള്ള സങ്കല്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അജ്ഞാനികൾക്ക് അവർക്കൊന്നും തന്നെ മനസ്സിൽ തങ്ങൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ശുദ്ധവാസന പ്രയത്നമില്ലാതെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും. ആ ശുദ്ധവാസന എന്തിനായിരിക്കും കൃഷ്ണ ശുദ്ധവാസന? നമ്മൾ അറിയട്ടെ. കൃഷ്ണ ഊഹിച്ചെന്ന് പറയണം. എന്താണ് ശുദ്ധവാസന? ശുദ്ധവാസന എഴുതിക്കൊണ്ടിരിക്കും. ശുദ്ധവാസന എന്ന് പറയുന്നത് അഹം ബ്രഹ്മം എന്നുള്ളത്. അത് ഇടതടവില്ലാതെ അഹം ബ്രഹ്മാസ്മി അത് എഴുതിക്കൊണ്ടിരിക്കും. പക്ഷെ ഇപ്പം അത് എഴുതാത്തതുകൊണ്ടാണ് ദേഹോകം വന്നിരിക്കുന്നത്. ദേഹോകം എന്നുള്ളതാണ് പാപവാസന. ബ്രഹ്മോഹം എന്ന് പറഞ്ഞാൽ അത് വലിയ വാസനയാണത്. അതും വാസന തന്നെയാണ്. ഇവിടെ പാപവാസനയെ പുണ്യവാസന കൊണ്ട് കെടുത്തണം. അതാണ് നമ്മളുടെ നിഷ്ഠ. പാപവാസന എന്തുകൊണ്ടുണ്ടാവുന്നു? ആ പാപം ഇരിക്കുകയാണ്. ആ അനുഭവിച്ച് തീർക്കാനുള്ള പാപശക്തികൾ ഇരിക്കുകയാണ്. അത് തന്നെയാണ് ദുഃഖമായിട്ടും എല്ലാമായിട്ട് ഇരിക്കുന്നത്. അത് തന്നെയാണ്. ഇതങ്ങോട്ടും വിട്ട് കഴിഞ്ഞാൽ ആ പുണ്യവാസനകളുടെ എഴുമ്പല് കൊണ്ട് ഇത് ഇല്ലാതായാൽ, അവർ പറയുന്നു എപ്പോഴും ഇതെല്ലാം ചെയ്യുമ്പോഴും ഈ ആഗ്രഹങ്ങളൊക്കെ ആർക്കാണ്? ഈ മനസ്സിനാണ്. നേരത്തെ പറഞ്ഞു, ജ്ഞാനത്തിന്റെ കർത്താവായ മനസ്സും അന്ധകരണവും ജ്ഞാനമായിരിക്കുന്ന വൃത്തികളും ഇല്ലെങ്കിൽ കർമ്മത്തിന്റെ കർത്താവായിരിക്കുന്ന ആരാണ്? അന്ധകരണമാണ്. ജ്ഞാനത്തിന്റെ കർത്താവ് അതും ഈ വൃത്തികളാണ്. ഇത് രണ്ടും ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു നിലയുണ്ട്. ഇതിൽ ശുദ്ധ അറിവായിട്ട് ഇങ്ങനെ നിൽക്കും. അതാണ് നമ്മൾ പറയുന്ന സമാധി അവസ്ഥ. ഈ സമാധി അവസ്ഥ പ്രത്യക്ഷമായി ഉപലക്ഷിച്ചവരായതുകൊണ്ട് അവർക്ക് എപ്പോഴും ആ വാസന പ്രയത്നമില്ലാതെ തന്നെ ആ ഒരു അനുഭവം എപ്പോഴും ഇതിൽ വന്ന് കൊള്ളും. അപ്പം ഇവർക്ക് മറ്റതൊക്കെ വന്ന് പറ്റിയാലും അപ്പോഴത്തന്നെ പോകും. ഒന്നിനും ശാശ്വതമായ നിലനിൽപ്പില്ല. ഇതാണ് ഈ ബ്രഹ്മവിത്തുകൾക്ക് പറഞ്ഞത്. വരനും വരിഷ്ഠനും ഒന്നും ഇത് പറയാത്ത എന്താണ്? കാരണം അവർ ഈ ലോകവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഇതൊന്നും ഇല്ല. പക്ഷേ ബ്രഹ്മവിത്തിന് ജ്ഞാനമടഞ്ഞ ശേഷവും ഈ പറഞ്ഞ ഈ ലോക സംഗ്രഹാർത്ഥം അവർക്ക് പ്രവർത്തിക്കേണ്ടതായി വരുന്നത് കൊണ്ട് അവർക്ക് ഈ ലോകത്തിൽ പ്രവർത്തിച്ചാൽ കർമ്മം പറ്റും. അത് സ്വാഭാവികമല്ലേ? പക്ഷെ അവരെങ്ങനെയാണ് അതിൽ പറ്റുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് വന്നാലും കാമവാദികൾ വന്നാലും കടത്തിൽ പോകും. അപ്പോഴത്തന്നെ ഇല്ലാതായി പോകും. വാസന പ്രയത്നമില്ലാതെ എഴുതുന്ന വാസന കൊണ്ട്. എന്നിട്ട് അതുപോലെ മനത്തിൽ പറ്റാം. മനസ്സിൽ ഒരിക്കലും ഇത് തങ്ങി നിൽക്കില്ല. ഒരു ഉദാഹരണം, സ്വാമിയെ നോക്കി, ഇത് ജീവൻ മുക്തനായ സ്വാമി. നിങ്ങൾക്ക് നാണമില്ലേ? ആരോഗ്യമുണ്ടല്ലോ, ഇത്തിരി ജോലി ചെയ്ത് ജീവിച്ചൂടെ? ഈ ആളുകളുടെ അടുത്തൊന്ന് കൈ ഇങ്ങനെ നിൽക്കേണ്ട കാര്യമുണ്ട് അല്ലേ? സംഭവം നോക്കണേ. ഇപ്പൊ ഇത്രയും പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കും ഒന്നും പറ്റില്ല. അങ്ങനെയല്ല. അത് കേട്ടു. നമ്മുടെ ഇവിടുത്തെ സ്വാമിയില്ലേ, അദ്ദേഹം അങ്ങോട്ട് പൂട്ടുതാക്കലൊക്കെ വലിച്ചെറിഞ്ഞ് വാടാ തിടയുണ്ടെങ്കിലും എന്നുള്ള മട്ടിലൊക്കെ നിന്നു ഒരു കാലത്ത്. മനസ്സിലായില്ലേ? അപ്പൊ അവർക്ക് എഴുതിയതാണ്. ആ കാമവാദികൾ വന്നാണ്ട. പക്ഷെ അവർ നിൽക്കില്ല. ആ ആളുടെ ഇനിയും വൈരാഗ്യമില്ല. പിന്നീട് സുരേഷിനെ നിങ്ങളെ കണ്ടാലും ഒന്നും സംഭവിച്ചതായിട്ട് പോലും ഓർമ്മിക്കില്ല. ഇതൊക്കെ നമ്മളുടെ സ്വഭാവങ്ങളാണ് സുരേഷ്. ഇത് ചിലരിലൊക്കെ ഉണ്ടാവും. ഈ ഉണ്ടെങ്കിൽ ആ ജ്ഞാനലക്ഷണങ്ങൾ അതിൽ ഇരിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ഇങ്ങനെയാണ് പലർക്കും എക്സാമ്പിളാണ് നമ്മുടെ സ്വാമിമാര്. എല്ലാവരെയും ക്ലബിൽ മനസ്സിലാക്കിയാൽ മനസ്സിലാവും നല്ല രീതിക്ക്. ഈ രീതിയിലാണ് അവര് ഈ ലോകത്തോട് ജഗത്തോടും കൂടി വാഴ്വർ. ഇതെല്ലാം കൂടി ചേർന്ന് തന്നെ അവർ വാഴും. താമരയിലെ തണ്ണീർ പോകും. താമരയിലയിൽ തണ്ണീർ വെള്ളം നിന്നാൽ അത് താമരയിൽ പറ്റാത്തവർ. അങ്ങനെ നിന്ന് പ്രവർത്തിക്കുന്നവരെയാണ് ജീവമുക്തന്മാരെന്ന് പറയുന്നത്.
അതെങ്ങനെ? തീർന്ന നിലവിടാ ജീവൻ മുക്ത. തീർന്ന നില എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് തന്നെയാണ് അഹം ബ്രഹ്മാസ്മി. അത് തന്നെയാണ് ഞാൻ ബ്രഹ്മമാണ്. ഞാൻ അല്ലാതെ ഈ ദേഹമോ ഇന്ദ്രിയമോ മനസ്സോ ബുദ്ധിയോ ചിത്തമോ അഹങ്കാരമോ പ്രാണനോ അല്ലെങ്കിൽ ഈ കാണുന്ന ഒന്നുമല്ല ഞാൻ ഇതിനെല്ലാം വിലക്ഷണമായിട്ട് ആത്മാവാണ്, നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപനാണ് എന്ന് തെളിഞ്ഞ ഒരു ജ്ഞാനി. ഇവിടെയാണ് ജ്ഞാനി എന്ന് തന്നെ പറയണം. പിന്നെ അവർക്ക് അവരുടെ എല്ലാ പഴുതികൾ മാറിപ്പോയി. എന്നാലും പഴയ പൂർവ്വവാസന കൊണ്ട് പറയുന്നു ഈ ബ്രഹ്മവിത്തുകൾക്ക് ചിലപ്പോൾ ഈ പറയുന്ന കാമാദികൾ വന്നാലും അവര് ആ ക്ഷണം തന്നെ അവർ ഇല്ലാതെ പോകും. നമ്മൾ എന്ത് ചെയ്യണം? ഇതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്കും വരും ഇതുപോലെ അതിൽ പ്രവൃത്തി ഉണ്ടാവാത്ത വിധം ഇതിനെ മറന്നു കളയണം. ആ രൂപത്തിൽ പോകുന്നതും ഒരു അഭ്യാസമായിട്ട് തന്നെ ഇതിൽ വരും. അതിനുവേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഇന്ദ്രജാല വിദ്യ ഗന്ധർവ നഗരത്തെ കാണുന്നവനും ഒരു ഭോഗത്തിലും ഇച്ഛയില്ലാത്തതുപോലെ ബ്രഹ്മജ്ഞാനിക്കും വിദ്യാപ്രപഞ്ചത്തിൽ പ്രാരബ്ധത്താൽ ഉണ്ടാകുന്ന ഭോഗത്തിലല്ലാതെ കാമം മുതലായവ എഴുമ്പാത്തതിനാൽ കാമമാദികൾ വന്നാലും എന്ന് പറഞ്ഞു. കാമമാദി എന്നതിന് കാമം, സങ്കല്പം, സന്ദേഹം, രാഗം, ദ്വേഷം, ശ്രദ്ധ, ഭയം, ലജ്ജ, ഇച്ഛ മുതലായവയെയും അർത്ഥമാക്കുന്നു. കാമം എന്ന് പറയുന്ന അർത്ഥം വെറും കാമമല്ല, ഈ പറയുന്ന വൃത്തികളെല്ലാം അതിലുണ്ട്. ഭയം, ലജ്ജ, രാഗം, ദ്വേഷം ഇതെല്ലാം അതിലുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നതിനെ ഒറ്റ വാക്കിൽ കാമമാദികൾ എന്ന് പറയും. പക്ഷെ ഇവർ പറയുന്നു ഇന്ദ്രജാല വിദ്യ ഗന്ധർവ നഗരത്തെ കാണുന്നവനും ഒരു ഭോഗത്തിലും ഇച്ഛയില്ലാത്തതുപോലെ. ഒരു ഉദാഹരണം പറയണമെങ്കിൽ സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ അതില് പലതും കാണുന്നെങ്കിലും നമുക്ക് അതില് അടിസ്ഥാനമായിട്ട് സിനിമയാണെന്ന് അറിയാവുന്നത് കൊണ്ട് നമുക്ക് അതില് തൽക്കാലം അയാൾ മറ്റേ ആളിനെ അടിച്ചു, അയാൾ കരഞ്ഞു, അതിലൊക്കെ ചെറിയ ഖേദമൊക്കെ ഉണ്ടെങ്കിലും അടിസ്ഥാനമായിട്ട് നമുക്കൊന്നുമില്ലോണ്ട്. ഇതുപോലെ ശരിക്കും പറഞ്ഞാൽ സിനിമ കാണുന്നവനെ പോലെ. പക്ഷെ സിനിമ കാണുന്ന കരയായിരിക്കുമോ? ഒരു പ്രിയപ്പെട്ട ഒരാളെയോ കഷ്ടമായിപ്പോയി, എന്നാലും അത് അങ്ങനെ വരേണ്ടിയില്ലായിരുന്നു എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അതിൽ കഷ്ടം തോന്നിയാൽ അവർക്ക് ആത്യന്തികമായിട്ട് അവരുടെ ഉള്ളിൽ അത് സ്പർശിച്ചതേയില്ല. ഈ രൂപത്തിൽ ആണ് അവർ നിൽക്കുന്നത്. അതാണ് ഇവിടെ ഇന്ദ്രജാല വിദ്യയാൽ ഗന്ധർവ നഗരത്തെ കാണുന്നവൻ ഒരു ഭോഗത്തിൽ വിച്ചയില്ലാത്തതുപോലെ ബ്രഹ്മജ്ഞാനിക്കും വിദ്യാപ്രപഞ്ചത്തിൽ പ്രാരബ്ധത്താൽ ഉണ്ടാകുന്ന ഭോഗത്തിലല്ലാതെ കാമം മുതലായവ എഴുമ്പാത്തതിനാൽ കാമവാദികൾ വന്നാലും എന്ന് പറഞ്ഞു. കാമവാദി എന്നതിന് കാമം, സങ്കല്പം എന്നുള്ള അർത്ഥവും പറഞ്ഞു. പിന്നീട് അവസാനം ഒരു ചെറിയ ഒരു അടിക്കുറിപ്പായിട്ട് സ്വാമി പറഞ്ഞു, വാസനയെ ചിത്തത്തിൽ വയ്യാതത് മുക്തി. വാസനയെ ചിത്തത്തിൽ വയ്യാതത് മുക്തി. വളരെ സിമ്പിളായിട്ട് പറയുന്നത്, ഈ വാസന മനസ്സിൽ, ചിത്തത്തിൽ, മനസ്സിൽ വയ്ക്കാതിരിക്കുന്നതിനെയാണ് മുക്തി എന്ന് തന്നെ പറയുന്നത്. വേറെ പ്രത്യേകിച്ച് ഇനി എവിടുന്നോ കൊണ്ടുവന്ന് സ്ഥാപിക്കേണ്ട കാര്യമല്ല. നമ്മുടെ വിവേകത്തിൽ തന്നെ ആ മുക്തി ഇരിക്കുന്നു. അതാണ് പറഞ്ഞ തക്ഷണം മുക്തി എന്ന് പറഞ്ഞ ജ്ഞാനം കൊണ്ട് ആ ക്ഷണത്തിൽ മുക്തി, സദ്യോമുക്തി എന്നൊക്കെ പറയുന്നതിന്റെ കാരണം ഇതാണ്. സദ്യോമുക്തി ഏതിലാണ് ഇരിക്കുന്നത്? ജ്ഞാനത്തിലാണ് ഇരിക്കുന്നത്. മറ്റേ കർമ്മവാസനയും മറ്റെല്ലാം കൊണ്ടുവന്ന് മുക്തി ഉണ്ടാവും. പക്ഷെ അത് ക്രമമുക്തിയാണ്. ക്രമമായി ഇങ്ങനെ ശീലിച്ച് ജന്മാന്തരങ്ങൾ കൊണ്ട് ഉറുമ്പ് ഒരു ഫലത്തെ എടുക്കുന്ന പോലെയും ഒരു പക്ഷി ഒരു ഫലത്തെ എടുക്കുന്ന പോലെയാണ് ജ്ഞാനത്തെയും മറ്റ് വിധത്തിലുള്ള കാര്യങ്ങളെ കൊണ്ട് ജ്ഞാനം മുക്തി അടയുന്നതുമായിട്ടുള്ള വ്യത്യാസം. ഇതിനെയാണ് പറയുന്നത് സദ്യവും മുക്തിയാണ് ഈ ജ്ഞാനം വഴി ഉണ്ടാകുന്നത്. സത്യത്തിൽ നിങ്ങളെല്ലാം മുക്തന്മാരാണ്. ഇത് കേട്ടവരെല്ലാം മുക്തന്മാരെന്നാണ് വേദം പറഞ്ഞിരിക്കുന്നു. പക്ഷെ നമുക്കത് പിന്നെയും എന്തോ ഒരു സംശയം, മുക്തരാണോ സുരേഷ്? ഇങ്ങനെ വീണ്ടും ഒരു സംശയമാണ് സുരേഷ്. ഈ സംശയം ഉള്ളത് പോലെ ഇതാണ് മനസ്സ്. ഈ മനസ്സിനെയാണ് കൊല്ലാനുള്ളത്. ഈ മനസ്സാണ് ഈ സംശയത്തെ ഉണ്ടാക്കി നമുക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ബലഹീനനാക്കി കളയും. എപ്പോഴും ആ മനസ്സ് നമ്മളെ നമ്മൾ ധീരമായിട്ട് ആ ബ്രഹ്മവിത്തായിട്ടിരിക്കുന്ന ആ നിലയെ കെടുത്തുന്ന ആരാണ്? ഈ മനസ്സാണ്. ഒരു ഉദാഹരണം,
എല്ലാത്തിനും ഉദാഹരിക്കാൻ പറ്റും വിക്രം. ധനം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അത് കൊടുക്കുന്തോറും വേലിടും. അവൻ കൊടുക്കുന്നതില് എന്തൊക്കെ പറഞ്ഞാലും ഒരു പിടുത്തം എല്ലാവർക്കും ഉണ്ടില്ലേ, വരില്ലേ? അത് ലോകവൃത്തിയാണിത്. സ്വാമി പറയുന്നു ഏറ്റവും ഘോരമായിട്ടുള്ളത് ഈ ലോകവൃത്തിയാണ്. ബാക്കി എല്ലാ വൃത്തികളെ അപേക്ഷിച്ച് ലോകവൃത്തിയാണ് വിടാൻ പാടുള്ളത്. എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അതിരുന്ന് എനിക്ക് നാളെ ഡയലോഗിൽ വാങ്ങിക്കാൻ പറ്റുമെന്നുള്ള വിചാരം. വിഷമിച്ച് കിടക്കുമ്പോഴേ മെഡിസിൻ എന്തെങ്കിലും വാങ്ങിക്കാനെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. എന്തൊക്കെയോ കാരണം കൊണ്ട് ആ ലോകവൃത്തി ഇതിൽ വിടുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വൃത്തികൾ വിടണമെന്നില്ല. പക്ഷെ ജ്ഞാനികൾക്ക് ഈ ഒരു ഒറ്റ വൃത്തിയില്ല. അവിടുത്തെ പൗരസഭകള് അവിടെ നിന്ന് യാത്രയായി. ആരുടെയും പറയാതെയൊക്കെയാണ് പോയതായിട്ടാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അങ്ങനെ അത് ഹിമഗിരി ശീതത്തിൽ പോയി അങ്ങനെ കഴിയാമെന്നൊക്കെ എന്തോ മലക്കോട്ടയൊക്കെ കെട്ടിയെടുത്ത് അവിടെ നിന്ന് പരീക്ഷിച്ചു. ഏതോ ഒരു കാട്ടിലൊക്കെ ആപ്പെട്ടു പോയി, രാത്രിയായി. അപ്പോൾ സ്വാമി വിചാരിച്ചു ശരീരം പോകുന്നതിന് സമയമായിരിക്കാം, എന്തായാലും നടക്കട്ടെ, വരേണ്ടത് വരുമല്ലോ, ഇല്ലെങ്കിലും ശരീരം ഇതിന് നിലനിൽക്കില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് അദ്ദേഹം അവിടെ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. പെട്ടെന്ന് സ്വാമി നോക്കിയപ്പോൾ ഏതോ ഒരു ചെറിയൊരു വിളക്ക് കണ്ടെന്ന് ഒരു വീട്ടിൽ ഏതോ അപ്പൊ വിളക്ക് കണ്ട അടുത്തേക്ക് എത്തുന്നതാണ്. കാടാണ്, ഒരു കാട്. ഇത് നടന്ന ചെന്നപ്പോൾ കാണാം അവിടെ ഒരു വൃദ്ധൻ ദേവസ്വാമിയെ വിളിച്ച് വരണം, എന്താ കയറി വരണമെന്ന് പറഞ്ഞ് കയറി അവിടെ കിടന്നു. എന്തോ ഔഷധങ്ങളൊക്കെ വായിൽ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം പിന്നെ അതേ ഉറങ്ങിപ്പോയി. ഇതേപോലെ സമയം ഉറങ്ങിപ്പോയി. രാവിലെ എണീറ്റപ്പോൾ കാണാം അങ്ങനെ ഒരു വീടുമില്ല, അങ്ങനെ ഒരു വൃദ്ധനുമില്ല, അങ്ങനെ ഒന്നുമില്ല, ദാനം കാട്ടിക്കിടന്നു പറയണം. അപ്പൊ മനസ്സിലായി. അപ്പൊ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ തപോവൻ സ്വാമികളെ പോലുള്ള ആളുകൾ ഇതെല്ലാം പൂർണ്ണമായി ത്യജിക്കണം. അതുകൊണ്ട് അവിടെ ഈശ്വരന് നിക്കക്കള്ളിയില്ല. ഈശ്വരൻ നിക്കക്കള്ളിയില്ലാതെ എവിടെ വരുമെന്നറിയാം. താൻ ഇത് ഉപേക്ഷിച്ച് താൻ ഇതിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പിന്നെ ആ പ്രാരബ്ധ ശരീരത്തെ ഈശ്വരൻ നിലനിർത്തേണ്ടി വരും. ഈശ്വരന് ഒരു കടമയേറ്റേണ്ടി വരും. ഇതാണ് ജ്ഞാനികളുടെ ശരീരം. അവർ പറയും ഇത് പോട്ടെ എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റും, ഈശ്വരൻ ഇത് പറഞ്ഞിരിക്കുന്ന സമയം വരെ പിടിച്ചു നിർത്തിയേ പറ്റും. അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. ജ്ഞാനികളെ പറ്റി പറയുമ്പോൾ പൂതൽ സ്വാമിക്ക് ആരെങ്കിലും വല്ല കൊടുത്തിട്ടുണ്ടോ? ഒരു ചായ കുടിച്ചിട്ട് അവിടെ ഇരിക്കുന്നു. ഞാൻ കേട്ടത് മാത്രമേ ഉള്ളൂ എനിക്ക് അനുഭവം. സ്വാമി പുലർന്നില്ലല്ലോ അത്ര. മാത്രമല്ല അതിനുശേഷം ഒരു ഉഗ്രൻ ആശ്രമം, അവിടെ ഒരു സമാധി, അവിടെ വേണ്ട സൗകര്യങ്ങൾ ഇത് ആര് ചെയ്തു? സ്വാമി ആർക്കെങ്കിലും വല്ലതും പറഞ്ഞു കൊടുത്തിട്ടാണ്? ഈശ്വരൻ ചെയ്തു. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെയുള്ള ആളുകൾക്ക് ഭയങ്കര തുണയായിട്ട് വരും. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാം വിടാൻ പറഞ്ഞു. വിട്ട് കഴിഞ്ഞാൽ ഞാൻ നിന്നെ പിടിച്ചോളാമെന്ന്. നീ എല്ലാം വിടുകയാണെങ്കിൽ ഞാൻ നിന്നെ പിടിക്കുള്ളൂ. ഇങ്ങനെ ഇതിന്റെ ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് പറഞ്ഞു തന്നു. ഈ രൂപത്തിലാണ് 96ാമത്തെ പദ്യം അവസാനിപ്പിച്ചത്. 97ാമത്തെ പദ്യത്തിൽ വേദകർമ്മത്താൽ വന്ന പിരാരത്വം നാനാവാകും, ആദലാൽ വിവകാരങ്ങൾ അവരവർക്ക് ആവവാകും. മാധവം ചെയ്യലും ചെയ്യുവാർ, വാണിഭം ചെയ്യലും ചെയ്യുവാർ, പൂതലം പുരപ്പരയ്യം പുകുന്തുൺപാർ ഇവൻ മുക്തർ. വേദകർമ്മത്താൽ വന്ന പ്രാരബ്ധം നാനാവാകും, ആദലാൽ വിവകാരങ്ങൾ അവരവർക്ക് ആവവാകും. മാധവം ചെയ്യലും ചെയ്യുവാർ, വാണിഭം ചെയ്യലും ചെയ്യുവാർ, പൂതലം പുരപ്പരയ്യം പുകുന്തുൺപാർ ജീവൻ മുക്തർ. വേദകർമ്മത്താൽ വന്ന ഭേദമുള്ള സഞ്ചിത കർമ്മത്തിനാൽ ഉണ്ടായ പ്രാരബ്ധം, ഈ പ്രാരബ്ധ കർമ്മവും നാനാപ്രകാരമാകുന്നു. അതിനാൽ വിവകാരങ്ങൾ അവരവർക്ക് ആവവാകും. വ്യവഹാരങ്ങളും അവരവർക്ക് പ്രാരബ്ധത്തിന് തക്കതായി ഉള്ളതായിരിക്കുന്നു. മാധവൻ ചെയ്യലും ചെയ്യുവാർ, മഹത്വമുള്ള തപസ് ചെയ്താലും ചെയ്യും അവർ. വാണിഭം ചെയ്യലും ചെയ്യുവാർ, വ്യാപാരം ചെയ്താലും അവർ ചെയ്യും. ഈ കച്ചവടമൊക്കെ ചെയ്തുകൊണ്ടെങ്കിലും അവരിരിക്കും. പൂതലം പുരപ്പാർ, രാജ്യം ഭരിച്ചാലും ഭരിക്കും. അയ്യം പുകുന്തുൺപാർ, പിച്ചെടുത്ത് ഉണ്ടാലും ഉണ്ണും. ജീവൻ മുക്തർ. ഇങ്ങനെ പല രൂപത്തില്
അവര് ഇരിക്കും. രാജ്യം ഭരിച്ചു ഇരിക്കും. വലിയ തപസ്സില് തന്നെ മാണ്ടിരിക്കും ചിലർ ഈ പറഞ്ഞ കണക്ക് വ്യാപാരം ചെയ്ത് ഇരിക്കും. ഇതൊന്നും തന്നെ അവരുടെ നിഷ്ഠയ്ക്കോ അവരുടെ ജ്ഞാനത്തിനോ ഒരു കേടുമില്ല. അതിനുശേഷം അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു, പ്രാരബ്ധ കർമ്മത്താൽ വന്ന കർമ്മങ്ങളാണ്. പ്രാരബ്ധ കർമ്മത്തിലാണ് ഉണ്ടായിരിക്കുന്നത്, അവർക്കല്ല ഉണ്ടായിരിക്കുന്നത്. ഈ ശരീര മനസ്സുകൾക്കാണ് ഇത് ഏർപ്പെട്ടിരിക്കുന്നത്. അവർക്ക് അപ്പോഴും അതിന് സാക്ഷി മാത്രമേ ആണ്. അവരത് പിരിച്ചറിഞ്ഞതിനെയാണ് ജ്ഞാനമായിട്ടോടെ പറഞ്ഞത്. പിരിച്ചറിയാതിരിക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം കൂടെ തപ്തായ പിണ്ഡം പോലെ ഇരിക്കുന്നതുകൊണ്ട് ഇതൊന്നും അറിയാക്കുന്നില്ല. ഇതില് ആത്മാവേത്, ഈ ജീവനേത്, ഈ ശരീരമേത്, ഇതിനെല്ലാം കൂടെ തപ്തായ പിണ്ഡം പോലെ ഇരിക്കുന്നതാണ് ജീവൻ നിലയെന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ആത്മസ്വരൂപത്തെ പിരിച്ചറിഞ്ഞ സ്വഭാവത്തെയാണ് ജ്ഞാനനിലയെന്ന് പറയുന്നത്. ഇപ്പൊ ജ്ഞാനനിലയ്ക്ക് ആളായി കഴിയുമ്പോൾ അവരെ സംബന്ധിച്ച് ഇതെല്ലാം പ്രാരബ്ധ ശരീരത്തിന്റെ കാര്യമാണെന്ന് അവർക്ക് വ്യക്തമാകും. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് സംബന്ധിച്ച് യാതൊരു വിഷമമോ സന്തോഷമോ ദുഃഖമോ ഒന്നുമില്ല. അത് നടക്കേണ്ടത് നടക്കും. ഇതിന്റെ അവകാശം ഈശ്വരനാണ്. ആ ഈശ്വരൻ എന്താണെന്ന് ചെയ്യേണ്ടത്? പ്രകൃതി. നമ്മൾ ഈശ്വരനെ പ്രകൃതിയായിട്ട് പറയാം. മാതാവ്, ഈ പ്രകൃതി മാതാവ് അവരുടേതാണ്. അവരാണ് നോക്കേണ്ടത്. അവരല്ലേ ഈ ശരീരം തന്നിരിക്കണം. ശരീരം തന്നവര് ആ ശരീരം നോക്കട്ടെ. ഒരിക്കൽ പാക്കക്കാരിങ്ങനെ അവസാന കാലമായി. അപ്പോ അങ്ങനെ നടക്കുന്ന അവസരം പാക്കക്കാരാണോ വേറെ ഒരാളോ ഉണ്ട്. അപ്പോഴാണ് പാർവതി മാതാവ് ചോദിക്കുന്നത് പരമേശ്വരനോട്, കഥ പറയും, നിങ്ങളുടെ ഉത്തമ ഭക്തനല്ലേ ആ മനുഷ്യൻ, അയാൾ അദ്ദേഹത്തിന് ഏതെന്നാണ് കഴിക്കുന്നത്, അദ്ദേഹത്തിന് നനവൊക്കെ കൊടുത്ത് നിങ്ങൾ അദ്ദേഹത്തിനെ ഒന്ന് രക്ഷിച്ചൂടെ? പറഞ്ഞു, ശരി, നീ എന്താ പറയുന്നത്? നമ്മളെന്തെങ്കിലും കൊടുത്താൽ അദ്ദേഹം വാങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോഴത്തേനും പാർവതി മാതാവിന് അത് ബോധ്യപ്പെട്ടില്ല. അത് പറഞ്ഞ് എന്നാ പിന്നെ നീ എന്താണ് ഇത് ചെയ്യണത്? അങ്ങനെയാണ് പിന്നെ ഇവര് ഇതേ നടന്നു വരുന്ന വഴിയിൽ ഒരു കുന്ന് പോലെ ഒരു കൂട്ടി വെച്ചിട്ടുണ്ട്, അല്ലെ? സ്വർണ്ണമന്ത്രമാണ്. അദ്ദേഹം നടന്നു വന്നതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ നോക്കിയപ്പോ ഇത് പെട്ടെന്ന് തന്നെ അദ്ദേഹം ആളെ കൊല്ലി കിടക്കുന്നേന്ന് വിളിച്ചോണ്ട് തിരിച്ചോടി. അങ്ങനത്തെ മനുഷ്യരാണ്. അവസാന കാലഘട്ടത്തിൽ ഭക്ഷണമൊന്നും എടുത്ത് ഭക്ഷണവും ഇല്ല, കഴിക്കാനും ഇല്ല. അങ്ങനെ ഇരിക്കുന്ന അവസരത്തില് പാർവതി മാതാവ് ഇദ്ദേഹത്തിന് ആഹാരം കൊടുത്തപ്പോഴത്തേനും മുമ്പിൽ ആഹാരം വന്നിരിക്കുക. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മുമ്പിൽ വന്ന ആഹാരം വായിൽ വരക്കൂടാതെ. എന്നതിന്റെ അർത്ഥം അവരൊന്നും ചെയ്യില്ല. അവസരം ഉരുട്ടി വായി കൊടുക്കുന്നതാണ് പറഞ്ഞത്. അങ്ങനെയാണ് ആ ഇതിന്റെ ലാസ്റ്റിൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ശരീരം ഞാനല്ലല്ലോ, ഈ ശരീരത്തെ നിലനിർത്തുന്ന ഒരു ഉത്തരവാദിത്വം എനിക്കുള്ളതല്ല. സുരേഷ് മനസ്സിലായി? സുരേഷ് ഇതിനെ അറിയാത്തതുകൊണ്ടാണ് നമ്മൾ ആകെ ദുഃഖിച്ച് നടക്കുന്നത്. ദുഃഖത്തിന്റെ മൂലകാരണം ഞാൻ ശരീരം എന്നുള്ള ഒരു അജ്ഞാനം എന്ന് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണ്? ഈ ശരീര സംബന്ധമായി വരുന്ന കാര്യങ്ങളില് ഞാൻ മരിച്ചുപോയി, എനിക്കെന്തോ പറ്റി എന്നൊക്കെയുള്ള വൈഷമ്യങ്ങളല്ലേ? ഇത് ഈശ്വരൻ്റെതാണ്. അത് പൂർണ്ണമായി അറിഞ്ഞ് ജ്ഞാനികള് ഇത് പൂർണ്ണമായി ഉപേക്ഷിച്ചു കളഞ്ഞു. അവരാണ് ജ്ഞാനികളായിട്ട് പറഞ്ഞത്. ഇനി ഇത് നോക്കാൻ ആർക്കാണ് സാധിക്കുന്നത്? ഈശ്വരന് മാത്രമേ ഉള്ളൂ. ഈശ്വരൻ നോക്കാതിരിക്കേ എന്തായിക്കോട്ടെ എന്നുള്ള മട്ടിലാണ് ഇവർ നിൽക്കുന്നത്. അതാണ് ധീരരായ. ധീരരായ പറഞ്ഞ് ചുമ്മാ അർത്ഥത്തിലല്ല, ഈ രീതിയിലുള്ള ആ ധീരത ഇവരിൽ വന്നു. അപ്പൊ ഇതിന്റെ അർത്ഥം കൂടെ നമുക്ക് പറഞ്ഞിട്ട് നിർത്താം. അപ്പൊ പ്രാരബ്ധ കർമ്മത്താൽ വരുന്ന പ്രാരബ്ധം നാനാവാകും, പല രൂപത്തിലാണ്. അതുകൊണ്ട് ഒരു ജ്ഞാനി, ചിലർ പറയും അവർ തപസ്സിൽ തന്നെ ഇരിക്കും എന്ന് പറയുന്നു. അവരെ ജ്ഞാനികളായിട്ട് ചിലർ അംഗീകരിക്കും. അതിനൊന്ന് മാറ്റാൻ വേണ്ടിയാണ് സ്വാമി പറയുന്നത്. ഇതിൽ പ്രാരബ്ധമായിട്ട് വരുമ്പോൾ അവരെങ്ങനെയൊക്കെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ, ചിലർ നല്ല തപസ്വികളായിട്ട് തന്നെ ഇതിൽ തുടരും, ചിലർ കച്ചവടം ചെയ്ത് ഇതിൽ തുടരും, ചിലർ രാജ്യം ഭരിച്ചതിൽ തുടരും. ഇനി കുറച്ച് ചിലർ വേണമെങ്കിൽ ഭിക്ഷ എടുത്ത് നടക്കും, ഭിക്ഷ എടുത്തതിൽ തുടരും.
ഇങ്ങനെയാണ് ഈ ജീവൻ മുക്ത പുരുഷന്മാരിരിക്കുന്നത്. അല്ലാതെ വെറുതെ ഇങ്ങനെ എപ്പോഴും കണ്ണോടത്തി ധ്യാനിച്ചുകൊണ്ട് മാത്രമല്ല ഇരിക്കണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. അതാണ് അജ്ഞാനികൾക്ക് അറിഞ്ഞൂടല്ലോ. അവർ പറയും അയാളെ ചെയ്യില്ല, അയാൾ ശരിയല്ല, മറ്റേയാളാണ് ശരി എന്നൊക്കെ പറയുന്നത്. അങ്ങനെയല്ല. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രാരബ്ധം കൊണ്ട് എങ്ങനെയാണോ വരേണ്ടത് എന്നുള്ളതൊന്നും അവർക്ക് കൂടെ നിശ്ചയമില്ല. അതെല്ലാം ഇതിൽ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അതിലൊന്നും അവർക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് തിരിച്ചറിയുക. അതുകൊണ്ടാണ് ശരീരത്തിനും ഈ മനസ്സിനുള്ളതാണ് ഈ പ്രാരബ്ധം. ആത്മാവിൽ ഈ പ്രാരബ്ധമൊന്നുമില്ല. മനസ്സിലായില്ലേ? അത് സമാധി അവസ്ഥ അനുഭവിച്ചവർക്ക് മനസ്സിലായി. ഈ താൻ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപരാണെന്നുള്ളത് അവിടെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. അതോടുകൂടി തന്നെ ഇയാളുടെ എല്ലാ ദുഃഖങ്ങളും മാറ്റുപോയി. സ്വാമി പണ്ട് പറയും, നിങ്ങളോട് പറയും, പിന്നെ സുഷുപ്തി ഉണർന്നു വരുന്നതിന് എന്ത് പറയും ചോദിച്ചു. എന്ത് പറയും? സുഷുപ്തി എണീറ്റ് വരുന്ന ആളെന്ത് പറയും? ഞാൻ സുഖമായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല. സത്യസന്ധമായ കഥനമാണ്. ഞാൻ ഇന്നലെ സുഖമായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല. സമാധി ഉണ്ടെന്ന് വരുന്നത് എന്തിനു പറയുന്നത്? ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ ഒന്നും ചെയ്യുന്നുമില്ല. ഇതാണ് സമാധി സുഷുപ്തിയായിട്ടുള്ള രണ്ട് വ്യത്യാസം. ഒന്നില് താൻ ഒന്നും ചെയ്യുന്നില്ല എന്നറിയുന്നതിന് പറ്റാതെ ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള രൂപത്തിൽ അത് അവിടെ മൂഢതയായിപ്പോയി. യഥാർത്ഥത്തിൽ ഈ ആത്മാവ് നിഷ്ക്രിയനാണ്. ഈ ആത്മാവ് ഒരു കർമ്മവും ചെയ്യുന്നില്ല. അതാണ് പറഞ്ഞത്, നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമാണ് ഈ ആത്മാവിന്റെ. പറയാൻ കാരണം ഇത് തെളിയുന്ന എവിടെയാണ്? നമ്മൾ ഈ പറയുന്നത് 90 ലക്ഷ്യമായി വരണം. അതാണ് സമാധി അവസ്ഥ. ആ സമാധി അവസ്ഥ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ജീവോപാധികളെ വിട്ട ലക്ഷണം കൊണ്ട് നേടി ചെയ്യണം. ജീവോപാധികളെ നേടി ചെയ്യാതിന്റെ അർത്ഥവും ഈ ഞാൻ ശരീരമല്ല എന്ന് പറയുന്നതല്ല. ഈ ശരീര സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം യാതൊരു കാരണവശാലും ഒരു വ്യവഹാരമായിട്ട് പിന്നെ നമുക്ക് വരണം. ശരീര സംബന്ധമായ ഒരു വ്യവഹാരം ഇതിൽ അസ്തമിപ്പിക്കുന്നതിനെയാണ് ഞാൻ ദേഹം ഞാനല്ല എന്ന് പറയുന്നത്. ഈ ബുദ്ധി ഞാനല്ല, അത് സംബന്ധിച്ചുള്ള വ്യവഹാരം നമുക്ക് വരാൻ പാടില്ല. ഇങ്ങനെ മൊത്തത്തിൽ വ്യവഹാരം നിലച്ച് മനസ്സെപ്പോഴും നിശ്ചലമായിട്ട് സമാധിയിലേക്ക് പോവുകയാണ്. ആ മനസ്സിന്റെ നിശ്ചല തത്വേ ജീവൻ മുക്തി എന്നൊക്കെ പറയും. ആ നിശ്ചലതയാണ് ഇവിടെ നമ്മൾ പിന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിൽ വ്യവഹാരത്തെ ഉണ്ടാക്കുന്ന, അതായത് ചലനത്തെ സൃഷ്ടിക്കുന്ന കാര്യങ്ങളായിട്ട് ഇരിക്കുന്ന ഏതൊക്കെയാണ്? ഈ പറഞ്ഞ ഉപാധികളാണ്. ഈ ദേഹം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇതെല്ലാം ഇതില് ആ വ്യവഹാരത്തെ ജനിപ്പിക്കുന്ന രൂപത്തിലാണ് ഇരിക്കുന്നത്. ഇതിനെ തിരിച്ചറിയുന്നതിനെയാണ് ഞാനെന്ന് പറഞ്ഞത്. അല്ലാതെ ഇതിനെ നരപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. ഇതിനെ തിരിച്ചറിയണം. ഈ തത്വത്തെ തിരിച്ചറിഞ്ഞ് വ്യവഹാരമായിട്ടിരിക്കാം, നിശ്ചലമായിട്ട് ഇരിക്കാം. അങ്ങനെ ഇരുന്ന ആ സമാധി കൂടിയാൽ അവർ പറയുന്നു ഈ ആത്മ നിത്യശുദ്ധ മുക്തമാണെന്നുള്ള തിരിച്ചറിവ് ഇതിൽ വരും. ഞാൻ ഇതുവരെ ഒരു കർമ്മവും ചെയ്തിട്ടില്ല, ഞാൻ ജനിച്ചിട്ടുള്ളവനല്ല, അതുകൊണ്ട് തന്നെ ഞാൻ മരിക്കുന്നവനല്ല എന്നൊക്കെ പരിശുദ്ധ അവസാനം കണ്ടുപിടിച്ചത് പോലെ. പരിശുദ്ധ അവസാനം എന്താണ് ഇതല്ലേ കണ്ടുപിടിച്ചത്? പരീക്ഷത്ത് പറഞ്ഞു അവസാനം വരെ ഞാൻ മരിച്ചു എന്ന് പേടിച്ചിരുന്ന പരീക്ഷത്തിനോട് അവസാനം സുഖബ്രഹ്മർഷി പറഞ്ഞു, പരീക്ഷത്തെ നീ ഭയപ്പെടുന്ന എന്തിന്? ഈ ദേഹം നീ അല്ലല്ലോ, നീ ആണോ ഈ ദേഹം? ഇതൊക്കെ ചോദിക്കുകയും ചെയ്തത് ഇതിനെ പിരിച്ചു കാണാനാണ്. സത്യത്തിൽ ഇപ്പോഴും നമുക്ക് വിഷയമാണ് ഈ ദേഹം. ഈ ദേഹത്തിന്റെ എല്ലാം നമ്മൾ അറിയുന്നില്ലേ സുരേഷ്? ഇതിൽ വരുന്ന വേദന അറിയുന്നു, ഇതിന്റെ ആരോഗ്യവും രോഗവും അറിയുന്നു, ഇതില് എല്ലാം അറിയുന്ന ആൾ എങ്ങനെ ഈ ശരീരമാകും? അപ്പൊ ഒന്നിനെ കാണുന്നവൻ അതല്ല, അതിന് വ്യതിരിക്തമായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞ ശരീരാദി ഉപാധികൾ 7 ഈ ആത്മാവിൽ വിഷയമായിട്ടിരിക്കുന്നതുകൊണ്ട് ഇതൊന്നും ആത്മാവല്ല. ഈ രൂപത്തില് ഇങ്ങനെ കണ്ടിട്ട് ഇത് സംബന്ധിച്ച് ഉദയമാകുന്ന വ്യവഹാരങ്ങൾ ഇല്ലാതാക്കിയിരുന്ന മനസ്സിനെ, അതിനെയാണ് സവികല്പ സമാധി എന്ന് പറയുന്നത്. പഴകിയ ആ നിർവികല്പ സമാധിയിലേക്ക് വരുന്നവരെയാണ് ഈ ജീവൻമുക്ത പുരുഷന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് എല്ലാവർക്കും സാധിക്കും, ആർക്കും ഇത് സാധിക്കാത്ത കാര്യമല്ല. പക്ഷെ ആ വിവേകം ഇതിലുണ്ട്. ആ പാപശക്തി ഇതിൽ പറയണം. പാപശക്തി എന്ന് പറയുന്ന സാധനിക്കുകയാണ്. അവനെ ഒന്ന് ഒഴിച്ചു കളയാനാണ് ഒരുപാട് നിഷ്കാമം നിങ്ങൾ ചെയ്യും. സ്വാമി പറയും, നമ്മളോട് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ, ആശ്രമത്തിൽ വന്ന് ചുമ്മാ ഇരിക്കരുത്,
എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, അവിടെ തൂക്കുക, തുടയ്ക്കുക, എന്തെങ്കിലുമൊക്കെ ക്രിയാത്മകമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ വന്ന് ധ്യാനിക്കണ്ട. എന്നോട് പറഞ്ഞില്ല, അവിടെ വന്ന് ധ്യാനിക്കണം. പണ്ട് നമ്മുടെ എഞ്ചിനീയർ സാറ് വന്ന ടപ്പെന്ന് അതിനകത്ത് ഒരു ധ്യാനം തുടങ്ങും. സ്വാമി പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അതിന്. സ്വാമി പറഞ്ഞു ഇവിടെ വന്നു, ഇവിടെ വന്നു കഴിഞ്ഞാൽ ധ്യാനം എന്ന് പറഞ്ഞ് പ്രത്യേകം വീട്ടിലേക്ക് അയക്കും ധ്യാനം. ഇവിടെ വന്നാൽ ഇവിടുത്തെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കും. അതാണ് സേവ. ഗുരുസേവയിൽ വ്യാപൃതമായിരിക്കണം. ഇതുണ്ടാക്കുന്ന പുണ്യം, ഇതാണ് നമ്മുടെ പാപത്തിനെ മാറ്റി പുണ്യത്തെ പ്രദാനം ചെയ്യുന്നത്. അങ്ങനെ പുണ്യം വരാതെ ഒരു സുരേഷ് ഇതിന് വാച്യത്തിൽ ഇതെന്ത് കേട്ടാൽ ഇതൊന്നും വിളങ്ങാൻ പോണില്ല ആർക്കും. അതാണ് പറഞ്ഞത്, പുണ്യം അതിന് അനുഷ്ഠാനം എന്ന് പറയുന്നത് തന്നെ പുണ്യം ഉണ്ടാക്കാൻ തന്നെ ഒരു പദ്ധതിയാണ്. അപ്പൊ പുണ്യം വളരുമ്പോൾ പാപം ക്ഷയിക്കുമെന്നാണ് അർത്ഥം. പക്ഷെ അവിടെ ഒരു അഹങ്കാരം അതിന്റെ കൂടെ പാരലായിട്ട് വളരുമെന്നും ഈ അഹങ്കാര നാശത്തിന് പിന്നീടുള്ള ഉപദേശമായിട്ടാണ് ഈ ശാസ്ത്രം ഇരിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ വന്ന് ഇതിൽ ക്രമമായിട്ട് ആ വിവേകം ഇതിൽ സമ്പൂർണമാകുന്നു. ആ ജ്ഞാനം, ആത്മജ്ഞാനം ഇതിൽ സംഭവിക്കുന്നു. ഇത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. സ്വാമി പറയണു, മാധവം ചെയ്യലും ചെയ്വാർ, വാണിഭം ചെയ്യലും ചെയ്വാർ എന്നതിൽ തപസ് മുതലായതിൽ ജ്ഞാനികൾ പ്രവർത്തിക്കുന്നത് വേദത്തിന്റെ ആജ്ഞയിലല്ല, തന്റെ ഇച്ഛയനുസരിച്ച് പ്രവർത്തിക്കുമെന്നർത്ഥം. ആർക്ക് പിച്ചയെടുത്ത് ഉണ്ണണമെന്നുള്ള പ്രാരബ്ധമുണ്ടോ അവർക്ക് മാത്രമേ ജ്ഞാനമുണ്ടാകുകയുള്ളൂ. അധിക വ്യവഹാരത്തിന് ഹേതുവായ പ്രാരബ്ധം ആർക്കുണ്ടോ അവർക്ക് ജ്ഞാനം ഉണ്ടാകുകയില്ല. അതിനാൽ പിച്ചയെടുത്ത് ഉണ്ണുന്ന വ്യവഹാരത്തിൽ നിന്ന് അധികമായ വ്യവഹാരമുള്ള പ്രാരബ്ധം ജ്ഞാനിക്ക് ഉണ്ടാകുകയില്ല. ആർക്ക് അധിക പ്രവൃത്തി ഉണ്ടാകുമോ അവർ ജ്ഞാനിയല്ല എന്ന് ചിലർ സംശയിക്കുന്ന ആ സംശയം ശരിയല്ല. ഇതാണ് ഈ സംശയത്തിനുള്ള മറുപടിയായിട്ടും കൂടെയാണ് നമുക്കിത് പറഞ്ഞത്. ഇത് കേട്ടവരല്ല, ഇത് മനസ്സിലായിക്കൊള്ളുക. ജ്ഞാനി എന്ന് പറഞ്ഞാൽ, ആ ജ്ഞാനം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവര് ഇങ്ങനെ ഒരു പ്രത്യേക നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രൂപത്തിൽ മാത്രമല്ല. അവര് കച്ചവടം ചെയ്തും ഇരിക്കും. അവരും ജ്ഞാനികൾ തന്നെ. അതുപോലെ തന്നെ അവർ നല്ല രീതിയിൽ തപസ്സനുഷ്ഠിച്ച് ജീവിക്കുന്നവരുണ്ട്, പിച്ചയെടുത്ത് ജീവിക്കുന്നവരുണ്ട്. പല രൂപത്തിലും അവരുടെ ഇച്ഛ പോലെ അവർ ചെയ്യും. ഇതില് താരതമ്യപ്പെടുത്തി പിച്ചയെടുത്ത് ഉണ്ണുന്നവരാ മാത്രമേ ജ്ഞാനികളെന്നുള്ള ഈ സാധാരണക്കാർ വിശ്വസിക്കുന്നതിനെ ഖണ്ഡിക്കാൻ വേണ്ടി പറയും. ആ സംശയം ശരിയല്ല. എന്തെന്നാൽ യാജ്ഞവൽക്യ മുനി ജനക മഹാരാജാവ് മുതലായ മഹാജ്ഞാനികളായിരുന്നു എന്ന് ചൊല്ലപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും അറിയാം. ഇവരിൽ സഭാവിജയത്തിനാൽ ധനസംഗ്രഹ വ്യവഹാരം യാജ്ഞവൽക്യ മുനിക്കും, രാജ്യപാലന വ്യവഹാരം ജനമഹാരാജാവിനും ചൊല്ലപ്പെട്ടിരിക്കുന്നു. വാസിഷ്ഠ ഗ്രന്ഥത്തിൽ അനേക ജ്ഞാനികൾക്ക് വ്യവഹാരം നാനാപ്രകാരമായി ചൊല്ലപ്പെട്ടിരിക്കുന്നു. അതിനാൽ ജ്ഞാനികളുടെ പ്രവൃത്തിക്ക് അഥവാ നിവൃത്തിക്ക് നിയമമില്ല. ഇന്ന നിയമം ആണെന്ന് പറയാൻ പറ്റില്ല, നിയമമില്ല. ഇങ്ങനെയും യാജ്ഞവൽക്യ മുനി സഭാവിജയത്തിന് ശേഷം വിദ്യുത് സന്യാസ രൂപമായ നിവൃത്തിയെ തന്നെ അടഞ്ഞു. യാജ്ഞവൽക്യ മുനി സഭാവിജയത്തിന് ശേഷം വിദ്യുത് സന്യാസ രൂപത്വമായ നിവൃത്തിയെ തന്നെ അടഞ്ഞു. നിവൃത്തിയിൽ വൈരാഗ്യത്തിന് ഹേതുവായ നാനാവിധ ദോഷങ്ങളെ പറഞ്ഞു. അങ്ങനെയാണെങ്കിലും യാജ്ഞവൽക്യ മഹർഷിക്ക് വിദ്യുത് സന്യാസത്തിന് മുമ്പ് ജ്ഞാനമില്ലെന്ന് പറയാൻ പാടില്ല. ജ്ഞാനം മുമ്പ് ഉണ്ടായിരുന്നു. എന്നാലും വിദ്യുത് സന്യാസത്തിന് മുമ്പ് ജീവൻ മുക്തിയിലുള്ള ആനന്ദം അടഞ്ഞിട്ടില്ല. ഇതാണ് അദൃഷ്ട ദുഃഖം. ഇതിനെയാണ് പറഞ്ഞത്. അവര് ആ വിശ്രാന്തി സുഖത്തിലുള്ള താരതമ്യം മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ വിദ്യുത് സന്യാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് യാജ്ഞവൽക്യ സ്വാമി ജ്ഞാനി തന്നെ ആയിരുന്നു. പക്ഷെ എന്തില്ല, അവർക്ക് ഈ പറഞ്ഞ മുക്തി സുഖം അവിടെയില്ല. ആ മുക്തി സുഖം കൂടെ കാക്ഷിക്കുകയാണെങ്കിൽ അവർ ഇങ്ങോട്ട് വരാം. ഇനി മുക്തി സുഖം കാക്ഷിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വിദേഹമുക്തി ശരീരം പോകുമ്പോൾ അവര് വിദേഹമുക്തരാണ്. കാരണം ജീവൻ മുക്തി അടഞ്ഞുപോയി. ജീവൻ മുക്തൻ വിദേഹമുക്തൻ തന്നെയാണ്. അതിനവർ വേറൊരു രൂപത്തിൽ പറയും. ഒരു പരോക്ഷജ്ഞാനി അപരോക്ഷജ്ഞാനി തന്നെയാണ്. പരോക്ഷജ്ഞാനി പറഞ്ഞാൽ കുറച്ച് കാണരുത്. പരോക്ഷജ്ഞാനി സംശയരഹിതമായ ബ്രഹ്മാത്മ നിശ്ചയമുണ്ടായ ആർക്കും അവർ പരോക്ഷജ്ഞാനി. ഈ പരോക്ഷജ്ഞാനി അവരുടെ പ്രാരബ്ധം കൊണ്ട് പല രൂപത്തിലൊക്കെ നിന്നാലും അവര് അപരോക്ഷജ്ഞാനി തന്നെയാണ്. അല്ല വരില്ല. ഇതാണ് അതിന്റെ അർത്ഥം.
അതിനാൽ ജീവൻ മുക്തിയിൽ ആനന്ദമുണ്ടാകുവാനുള്ള വഴി സർവ്വസംഗ്രഹങ്ങളെയും ത്യാഗം ചെയ്യുക എന്നതാകുന്നു. അതുകൊണ്ടാണ് ഒടുവിൽ സർവത്യാഗം ചെയ്ത് വനത്തിൽ പോയത്. യാജ്ഞവൽക്കർക്ക് പ്രാരബ്ധം കുറച്ചുനാൾ അധിക ഭോഗത്തിന് ഹേതുവായും കുറച്ചു കാലം ന്യൂനഭോഗത്തിന് ഹേതുവായും ഇരുന്നിരുന്നു. അതിനാൽ സദാ ത്യാഗമില്ലാതെ തന്നെ ഇരുന്നു. ഭോഗങ്ങളിൽ വൈരാഗ്യം ഉണ്ടായില്ല. വാമദേവാദികളുടെ പ്രാരബ്ധം ന്യൂനഭോഗത്തിന് ഹേതുവായിരുന്നു. അവർക്ക് സദാഭോഗത്തിൽ വൈരാഗ്യത്തിനാൽ പ്രവൃത്തി ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. വാസിഷ്ഠത്തിൽ ശിഖിധ്വജ രാജാവിന് ജ്ഞാനത്തിന് ശേഷം അധിക പ്രവൃത്തി ഉണ്ടായിരുന്നു എന്നും പറഞ്ഞിരിക്കുന്നു. ഈ വക കാരണങ്ങളാൽ നാനാപ്രകാരമായ വിലക്ഷണ വ്യവഹാരം ജ്ഞാനികൾക്ക് ചൊല്ലിയിരിക്കുന്നു. അവർക്കെല്ലാം ജ്ഞാനം സമാനമായിരിക്കുന്നു. അതിന്റെ ഫലമായ മോക്ഷവും അങ്ങനെ തന്നെ. പ്രാരബ്ധഭേദത്താൽ വ്യവഹാരം മാത്രം ഭേദമെന്നറിയുക. പ്രാരബ്ധഭേദത്താൽ വ്യവഹാരം ഭേദമായിരിക്കുന്നത് അത് നമുക്ക് മാതാവിന്റെ സമയം തന്നെ നിൽക്കാം. അദ്ദേഹത്തിന്റെ പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രാരബ്ധം. ചിന്മയൻ സ്വാമിയെ നോക്കാം, അദ്ദേഹത്തിന്റെ പ്രാരബ്ധം എന്ന് വെച്ചാൽ വേറൊരു രൂപത്തിലാണ്. പക്ഷേ ജ്ഞാനത്തിന് താല്പര്യമില്ല. ജ്ഞാനം രണ്ടുപേർക്കും ഒരേ ജ്ഞാനത്തിന് ഈ പറഞ്ഞ പല അല്ലല്ലോ ജ്ഞാനം. ആത്മാവെന്ന് പക്ക സാക്ഷാത്കരിക്കുന്നതിന് ഇതിൽ ഉപാധികളെല്ലാം നീങ്ങുന്ന ആ സമാധി അനുഭവം ഇതിൽ പ്രത്യക്ഷപ്പെട്ടാൽ ജീവൻ മുക്തനാണ്. പിന്നെ അവർക്ക് മങ്ങെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ മങ്ങലിനെ അനുസരിച്ചാണ് ചിലര് ഈ പറഞ്ഞ ഇവരാവും. ഏത് ബ്രഹ്മവിത്തായിട്ടും ബ്രഹ്മവിത്ത് വരനായിട്ടും വരിഷ്ഠനായിട്ടും ഒക്കെ മാറിപ്പോകുന്നത്. ഇങ്ങനെ പല രൂപത്തിൽ ഇവർ മാറിപ്പോകുന്നത് അതിനുശേഷം വരുന്ന പ്രാരബ്ധത്തിന്റെ വിശേഷമുണ്ടാകും. എന്തും കണ്ട് അവർ ജ്ഞാനത്തിൽ വ്യത്യാസം ഇല്ലെന്നുള്ളത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരയുന്നു. മനസ്സിലായില്ലേ? ചിന്താനന്ദ സ്വാമികളെ പറ്റി പറയുന്നു. എനിക്ക് പറയാനുള്ള ഒരു കാര്യം ആലോചിച്ച കാര്യമുണ്ട്. സ്വാമി ഈ ജീവൻമുക്തി പദവി അറിഞ്ഞു എന്നുള്ള എല്ലാവർക്കും അറിയാം. കാരണം തിരുപ്രാശാന്ത ഗുരുദേവന്റെ സന്നിധിയിൽ വെച്ചാണ് അദ്ദേഹത്തിന് ആ മഹാവാക്യ ശ്രവണത്തിൽ ജ്ഞാനം ഉണ്ടാവുന്നത്. അദ്ദേഹം പറഞ്ഞു ആ ജ്ഞാനത്തിന്റെ അനുഭവങ്ങളെല്ലാം വ്യക്തമാക്കി പറഞ്ഞു തന്നത് ചിന്മാനന്ദ സ്വാമികളാണ്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ അടിയനും എന്തെങ്കിലും പറയുന്നത് കേട്ടപ്പോൾ അതും നമുക്കും അതിന്റെ കാര്യങ്ങൾ കിടക്കല്ലേ ക്രമം. അതുമായിട്ട് താരതമ്യം ചെയ്താണ് അതിന്റെ ഒരു ഐഡിയ നമുക്കുള്ളത്. സ്വാമി പറഞ്ഞു കുറച്ച് സമയത്തേക്ക് ഈ ലോകം പ്രപഞ്ചം വിസ്മരണ പരിപൂർണമായി പ്രപഞ്ചം ഇല്ലാതായി നിഷ്പ്രപഞ്ചമായ ഒരു നിലയാണ് സമാധിയായിട്ട് പറഞ്ഞത്. സകല പ്രപഞ്ചത്തിന്റെ ശരീരമെല്ലാം പ്രപഞ്ചത്തിന്റെ ഭാഗങ്ങൾ തന്നെ സുരേഷ്. ഈ ഉപാധികളെല്ലാം പ്രപഞ്ചമാണ്. ഇതിന്റെ പൂർണ്ണമായ മാറ്റത്തിൽ താൻ കേവല അറിവായിട്ട് ഒരു ക്ഷണനേരം നിന്നതിനെയാണ് സമാധി എന്ന് പറഞ്ഞത്. ഇതോടുകൂടി തന്നെ അദ്ദേഹത്തിന് ഇതിന്റെ താല്പര്യം മനസ്സിലായി. ഇതാണ് അത് മറക്കില്ല ക്രമമാണ്. ഒരിക്കലും ഈ സമാധി അനുഭവം ഉണ്ടായവർ ആ സമാധി മറക്കില്ല. ലോകത്തിൽ എന്ത് വന്നാലും മറന്നു, പക്ഷെ ഇത് മറക്കില്ല. അങ്ങനെ അനുഭവത്തിൽ കടവീട്ട് പറഞ്ഞു, ഉത്തമ അധികാരിക്ക് എന്താ മോനെ വേണ്ടത്? ഒരു ചൊല്ല് മതി എന്നാണ്. അങ്ങനെ ജീവൻമുക്തി അടഞ്ഞതായിട്ട് എല്ലാവർക്കും അറിയാം. അപ്പൊ പിന്നെയും വരുമെന്നൊക്കെ പറഞ്ഞ ആളുകളിരിക്കുന്നു. ഇല്ല, വരവെക്കില്ല. എന്തെന്ന് വെച്ചാൽ അവർ വിവേകമുക്തരാണ്. ഈ ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ പറയണമെങ്കിൽ ആ ജ്ഞാനം അടഞ്ഞു കഴിഞ്ഞാൽ അവസാനം പ്രാരബ്ധം എന്തൊക്കെ രൂപത്തിൽ വന്നാലും ഒടുവിൽ അവർ വിദേഹമുക്തരാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ് ഇവിടെ ഉപസംഹരിക്കാം. വയ്യനേനുള്ള നിന്ദനന്ദ ജന്മങ്ങളാണ്ട വയ്യനെ ഉപദേശിക്ക വെളിവന്ന ഗുരുവേ പോറ്റി ഉയവേ മുക്തി നൽകുമുതവിക്കോറുതവിനായേ ചെയ്യുമാരും കാണേ തിരുവടി പോറ്റി പോറ്റി സത്യത്തിൽ സുഖകരമാം ഗുരുവേ പോറ്റി ജനനമിലാ ശാന്തപര ഗുരുവേ പോറ്റി നിത്യ നിർഗുണമായ ഗുരുവേ പോറ്റി നിരഞ്ജനമായ നിന്ദപര ഗുരുവേ പോറ്റി ശുദ്ധപര വെളിയാന ഗുരുവേ പോറ്റി സൂക്ഷ്മമായ നിരഞ്ജനപര ഗുരുവേ പോറ്റി അദ്വൈതപൂർണമാം ഗുരുവേ പോറ്റി അഖണ്ഡമതാം ഗുരുവേ പോറ്റി പോറ്റി ഭസ്മോരുളിത വിഗ്രഹം വരദ ചിന്മുദ്രാധരം സുന്ദരം
കാശായ അമ്പരധാരിണം കളകലേ രുദ്രാക്ഷമാലാൻവിതം ബ്രഹ്മാനന്ദ സുഖപ്രശോഭിതമുഖം വിരാസനേ സംസ്ഥിതം ശ്രീരാമാനന്ദയതീശ്വരം ഗുരുവരം ഭൂയോ നമസ്യാമ്യഹം. അഭയവരദഹസ്തം സർവദാ സുപ്രസന്നം ശുഭദവിധി നിഷേധജ്ഞാനവേദസ്വരൂപം ഇതരമുപദേശം ശ്രീഗുരോ ദിവ്യരൂപം പ്രതിരോഗമീഡേ സുപ്രഭം സുപ്രഭാതേ ശ്രീരാമാനന്ദമൂർത്തേ മാം സംസാരസാഗര ശ്രീരാമാനന്ദമൂർത്തേ മാം സംസാരസാഗര ദേവാദിദേവ സർവജ്ഞ സച്ചിദാനന്ദ വിഗ്രഹ ഉമാരമണഭൂതേശ പ്രസീദ കരുണാനിധേ ഉമാരമണഭൂതേശ പ്രസീദ കരുണാനിധേ. ജഗദണ്ഡ നമസ്കാരം നിർലജ്ജോ ഗുരുസന്നിധോ ശരീരമർത്ഥം പ്രാണശ്ച ഗുരു